കൗമാരപ്രായക്കാരും യുവാക്കളും യുവതികളുമൊക്കെ പെട്ടുപോകുന്ന ഒരു ചതിക്കുഴിയാണ് പ്രേമബന്ധങ്ങൾ. പ്രേമബന്ധങ്ങളിൽ പെട്ടുപോകുമ്പോൾ ആ പ്രായത്തിൻ്റെ ഒരു തോതനുസരിച്ച് ഒരു രസവും ഹരവും തമാശയും ടൈം പാസും ഒക്കെ ഉണ്ടാവും. അങ്ങനെ അവർ മുന്നോട്ട് പോകും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരുപക്ഷെ രണ്ടു പേർക്കും തന്നെ താല്പര്യമായിട്ട് രണ്ടുപേരും പിരിഞ്ഞു പോകാം. ഒരാൾ അയാൾക്ക് യോജ്യമായ നിലയിലുള്ള ജീവിതം തിരഞ്ഞെടുക്കും, മറ്റേയാൾ അയാൾക്ക് യോജ്യമായ നിലയിലുള്ള ജീവിതം തിരഞ്ഞെടുക്കും. പക്ഷേ രണ്ടുപേരിൽ ഒരാൾക്ക് വിട്ടുമാറാൻ താല്പര്യമില്ലാതെ ഒരാൾ അതികണിശമായി പറഞ്ഞ് വിട്ടുപോകുമ്പോൾ, ഉദാഹരണം പെണ്ണിന് തുടരാൻ താല്പര്യമില്ലാതെ പെണ്ണ് വിട്ടുപോകുമ്പോൾ ആണ് മാനസികമായി വല്ലാതെ പ്രയാസപ്പെടും. അതുപോലെ ആണ് വിട്ടുപോവുകയാണെങ്കിൽ പെണ്ണും മാനസികമായി വല്ലാതെ പ്രയാസപ്പെടും, ഒരാൾക്ക് താല്പര്യമില്ലാതെ മറ്റൊരാൾ പിരിഞ്ഞു പോകുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇവർ മാറി വേറെ ജീവിതം തിരഞ്ഞെടുക്കും. അവരെയാണ് ഇത് അധികവും ബാധിക്കുക. അതായത് ഇത്തരത്തിലുണ്ടാകുന്ന ഒരു ദേഷ്യവും വിദ്വേഷവുമൊക്കെ ചിലപ്പോൾ ആ പിരിഞ്ഞുപോയ ആളുടെ ഉള്ളിൽ ഉണ്ടാകാം. അയാൾ നല്ല മനുഷ്യനാണ്, അയാൾ അങ്ങനത്തെ ദുശ്ചിന്തയും ഒന്നുമില്ലാത്തയാളാണെങ്കിൽ അദ്ദേഹം കുറച്ച് ദിവസം ആ ഒരു വിഷമം കഴിയുമ്പോൾ അതങ്ങ് വിടും. പക്ഷേ അത് പിന്നെ ഉള്ളിൽ കിടന്നൊരു കനലായി നീറ്റലായി, എന്നെ ഉപേക്ഷിച്ചു പോയവൾ അല്ലെങ്കിൽ പോയവൻ മറ്റൊരുത്തിയോടൊപ്പം അല്ലെങ്കിൽ മറ്റൊരുത്തനോടൊപ്പം സന്തോഷകരമായി ജീവിക്കരുത് എന്ന് കരുതിയിട്ട് ആ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകമായ ലൈംഗിക ബന്ധത്തിൽ കത്രിക വെക്കുന്ന സിഹറാണത്. അതിനെ സിഹ്റു റബ്ത്ത് എന്നാണ് പറയുക. ആ സിഹ്റു റബ്ത്ത് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ താല്പര്യമുണ്ടാവില്ല, ലൈംഗികമായ താല്പര്യം, ഭാര്യയെ കാണുമ്പോൾ ലൈംഗികമായ താല്പര്യമുണ്ടാവില്ല. അതിപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ശരി. ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമാവുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായും താല്പര്യം കുറയാം. പക്ഷേ അങ്ങനെയല്ല, കുറേ നാളുകൾ കഴിഞ്ഞാലും താല്പര്യം ഉണ്ടാകാതിരിക്കുക. ഒരേ ബെഡിൽ കിടന്നാലും ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നാതിരിക്കുക. ഇനി അഥവാ കെട്ടിപ്പിടിച്ചാലോ അത് പിന്നെ ലൈംഗിക ബന്ധത്തിലേക്ക് പോകുമോ എന്ന ഭയം കാരണം കെട്ടിപ്പിടിക്കാതിരിക്കുക. ഇനി അഥവാ ലൈംഗിക ബന്ധത്തിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിയാലും ഉദ്ധാരണം പോലെയുള്ള മറ്റു പല പ്രശ്നങ്ങളും സംഭവിക്കുക. ഇതൊക്കെയും സാധാരണഗതിയിൽ മെറ്റബോളിസം അതുപോലെ ഹോർമോണിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല. എന്നാലോ ഈ ഒരു താല്പര്യക്കുറവും ഈ ഒരു സ്നേഹക്കുറവും ഇതൊക്കെയും ഉണ്ട് താനും. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അത് സിഹ്റാവാൻ സാധ്യതയുണ്ട്. പൂർവ്വകാലങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ തന്നെ ആവണം എന്നുമില്ല. അതല്ലെങ്കിൽ മുമ്പൊരു ബന്ധമുണ്ടായിരുന്നു, ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായാൽ അയാൾ തന്നെയാണ് ചെയ്തത് എന്ന ഒരു അനുമാനത്തിലെത്താനും പാടില്ല. ഇവിടെ ശത്രുതാപരമായ മനോഭാവം വെച്ച് പുലർത്തുക എന്നതല്ല, മറിച്ച് ആ ഒരു പ്രശ്നം തനിക്കുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം നേടുക. വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ, അതുപോലെ അത് സിഹ്ർ ബാത്തിലാക്കാനുള്ള ആയത്തുകൾ, ഫലമ്മാ അൽഖൗ ഖാല മൂസാ മാ ജിഅ്തും ബിഹി സിഹ്ർ ഇന്നല്ലാഹ സയുബ്തിലുഹു എന്ന ആ ആയത്ത്, അത് ധാരാളമായി പാരായണം ചെയ്യുക. ഫലമ്മാ അൽഖൗ ഖാല മൂസാ മാ ജിഅ്തും ബിഹി സിഹ്ർ ഇന്നല്ലാഹ സയുബ്തിലുഹു ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ. അതിൽ ഇന്നല്ലാഹ സയുബ്തിലുഹു എന്ന ആ രണ്ട് വാചകങ്ങൾ മാത്രം അത് 99 പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലുക. ഇങ്ങനെ ധാരാളം പ്രാവശ്യം ചൊല്ലുമ്പോൾ ചെറിയ ചെറിയ ആശ്വാസങ്ങൾ കിട്ടിയ റബ്ത്ത് ആ കെട്ട് ഓരോന്നോരോന്നായിട്ട് അഴിഞ്ഞു പോകും. അല്ലാഹു തആല നമ്മുടെ കുടുംബ ജീവിതം സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ.